800 വർഷങ്ങൾക്ക് മുമ്പ് ബെൽത്തങ്ങാടിയിലെ ഒരു ഗ്രാമമായ മല്ലാർമാടിയിൽ കുടുംബ എന്നായിരുന്നു അന്ന് ധർമ്മസ്ഥല അറിയപ്പെട്ടിരുന്നത്. നെല്ലിയാടി ബീഡു എന്ന വീട്ടിൽ ജൈനജന്മി ബിർമന്ന പെർഗഡയും ഭാര്യ അമ്മു ബെല്ലാൽത്തിയും ഇവിടെ താമസിച്ചിരുന്നു. ഐതിഹ്യമനുസരിച്ച് ധർമ്മത്തിൻ്റെ കാവൽ മാലാഖമാർ മനുഷ്യരൂപം സ്വീകരിച്ച് ധർമ്മം ആചരിക്കുന്നത് തുടരാനും പ്രചരിപ്പിക്കാനും കഴിയുന്നതുമായ ഒരു സ്ഥലം തേടി ആ നാട്ടിലെ ദരിദ്രവാസികളുടെ വീട്ടിലൊന്നും പോകാതെ നേരെ സമ്പന്നനായ പെർഗഡയുടെ വീട്ടിലെത്തി. ദമ്പതികൾ ഈ വിശിഷ്ട സന്ദർശകരെ അവരുടെ എല്ലാ സമ്പത്തും ബഹുമാനവും നൽകി സ്വീകരിച്ചു. അവരുടെ ആത്മാർത്ഥതയിലും ഔദാര്യത്തിലും സന്തുഷ്ടരായ ധർമ്മദൈവങ്ങൾ ആ രാത്രിയിൽ പെർഗഡയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അവർ അദ്ദേഹത്തോട് വിശദീകരിച്ചു. ദൈവാരാധനയ്ക്കായി വീടൊഴിയാനും ധർമ്മപ്രചരണത്തിനായി ജീവിതം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. മറുത്തൊന്നും പറയാതെ പെർഗഡെ മറ്റൊരു വീട് പണിയുകയും നെല്ലിയാടി ബീഡുവിലെ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. കാലരാഹു, കളാർക്കൈ, കുമാരസ്വാമി, കന്യാകുമാരി എന്നിവരെ കൂടി പ്രതിഷ്ഠിക്കുന്നതിനായി പ്രത്യേക ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശിച്ചു. കൂടാതെ ദൈവങ്ങളുടെ പ്രവചനക്കാരായി പ്രവർത്തിക്കാൻ കുലീനരായ 2 വ്യക്തികളെയും ആരാധനാലയങ്ങളുടെ എക്സിക്യൂട്ടീവ് തലവനായി പെർഗഡയും നിർദ്ദേശിച്ചു. പകരമായി ദൈവങ്ങൾ പെർഗഡയുടെ കുടുംബത്തിന് സംരക്ഷണവും സമൃദ്ധമായ ദാനധർമ്മം, ക്ഷേത്രത്തിന് പ്രശസ്തി എന്നിവ വാഗ്ദാനം ചെയ്തു. പെർഗഡെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും ആചാരങ്ങൾ നിർവഹിക്കാൻ ബ്രാഹ്മണ പുരോഹിതരെ ക്ഷണിക്കുകയും ചെയ്തു. പുരോഹിതന്മാർ പെർഗഡയോട് തദ്ദേശീയ ദൈവങ്ങളുടെ അരികിൽ ഒരു ശിവലിംഗം കൂടി സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് മംഗലാപുരത്തിനടുത്തുള്ള കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ശിവലിംഗം വാങ്ങാൻ അവരുടെ സാമന്തനായ അന്നപ്പസ്വാമിയെ ദൈവങ്ങൾ അയച്ചു. അങ്ങനെ ലിംഗത്തിന് ചുറ്റും മഞ്ജുനാഥ ക്ഷേത്രവും നിർമ്മിച്ചു. 16-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തിൻ്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ദേവരാജ ഹെഗ്ഡെയുടെ അഭ്യർത്ഥന പ്രകാരം ഹിന്ദു ദ്വൈത സന്യാസിയായ വാദിരാജ തീർത്ഥയാണ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ വൈഷ്ണവരായ മാധ്വ ബ്രാഹ്മണരാണ്. കൂടാതെ ഭരണം നടത്തുന്നത് പെർഗേഡ്സ് എന്ന ജൈന ബണ്ട് കുടുംബമാണ്. എല്ലാവർക്കും നമസ്കാരം. ലോകായനത്തിൻ്റെ വേറിട്ടൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെയുള്ള ചരിത്ര വീഡിയോകളുടെ വഴികളിൽ നിന്ന് മാറി സമകാലിക സംഭവങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. ധർമ്മസ്ഥലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്നത്തെ വിഷയം. അതുകൊണ്ട് തന്നെ ഇതിലെ ചില അപ്രിയ സത്യങ്ങൾ ചിലർക്കെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. എന്നാൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെ പേരിൽ ഇത്രയേറെ ക്രൂരവും നിന്ദ്യവുമായ നിരവധി കൂട്ട ബലാത്സംഗ ആരോപണം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു നാട് മുഴുവൻ ഏതോ ഗൂഢസംഘത്തിൻ്റെ ഭരണത്തിന് കീഴിലാക്കുകയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം തെമ്മാടികളെ നാട് മുഴുവൻ അണിനിരത്തുകയും ചെയ്യുന്നത് അത്ര നിസ്സാരക്കാരല്ല. പോലീസും കോടതിയും പോലും അവർക്ക് ഒത്താശ ചെയ്യുന്നതിൻ്റെ തെളിവാണ് വാർത്തകൾ കൊണ്ടുവരുന്ന മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുക എന്നത്. ധർമ്മസ്ഥല എന്ന് പേരിട്ട് വിളിക്കുന്ന അധർമ്മം വിളയുന്ന ആ ആത്മീയ വ്യാപാര കേന്ദ്രവും അതിൻ്റെ നടത്തിപ്പുകാരുടെയും മേൽ ആരോപിക്കപ്പെടുന്നത് ഗുരുതരവും അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതുമാണ്. ഇവരെ ഇങ്ങനെ വിളയാടാൻ വിടുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ കുത്തക സ്വയം ഏറ്റെടുത്ത വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. കുറ്റവാളികൾക്ക് അനുകൂലമായി പരസ്യമായി നിലപാടെടുത്തത് അവിടുത്തെ BJP MLA ആണ്. ലാളിച്ച് കൊഞ്ചിച്ച് പ്രതീക്ഷയോടെ വളർത്തിയ പെൺകുട്ടികൾ ക്രൂരമായ പീഡനങ്ങളേറ്റ് ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞാണ് ജീവൻ വെടിയേണ്ടി വന്നത്. അവരുടെ അച്ഛനമ്മമാരുടെയും ബന്ധുജനങ്ങളുടെയും വേദന അറിയണമെങ്കിൽ മതവെറിക്കപ്പുറം
പച്ച മനുഷ്യരായി ഒരു നിമിഷം ഒന്ന് നിന്നാൽ മതി. ഒരിറ്റ് മനുഷ്യത്വം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നെഞ്ചൊന്നിടറും. ശൈവമതത്തെ, അതായത് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ആരാധനാമൂർത്തിയായ ശിവനെ പണ്ടേ തന്നെ കൊനഷ്ടി കഥകൾ മെനഞ്ഞ് ബ്രാഹ്മണ മതം ഹൈജാക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ് മഞ്ജുനാഥ സ്വാമി എന്ന സങ്കല്പം. അതിൻ്റെ മറ്റൊരു തെളിവാണ് വിഷ്ണു ശിവ സംയോഗത്തിലൂടെയാണ് അയ്യപ്പനുണ്ടായ എന്ന കള്ളക്കഥ. ഇങ്ങനെ എത്രയെത്ര കഥകളാണ് പൗരോഹിത്യത്തിൻ്റെ കൂലിയെഴുത്തുകാർ പടച്ചുവിട്ടിരിക്കുന്നത്. ജൈന കുടുംബക്കാരായ ഹെഗ്ഡെമാരാണ് ക്ഷേത്രഭരണം മാനേജ് ചെയ്യുന്നത്. ദൈവങ്ങളില്ലാത്ത മതങ്ങളാണ് ബുദ്ധ ജൈന മതങ്ങൾ. പക്ഷേ ഈ ജൈനന്മാരെന്തിനാണ് ഹിന്ദുക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്? അതിനാണ് മുൻപ് പറഞ്ഞ ഐതിഹ്യത്തെ കൂട്ടുപിടിക്കുന്നത്. അത് ഭീകരമായ സാമ്പത്തിക നേട്ടം ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. വെറുതെ പാവങ്ങൾക്ക് കുറച്ച് പുണ്യം കിട്ടിക്കോട്ടെ എന്ന തികച്ചും നിഷ്കളങ്കത ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ ധർമ്മസ്ഥല അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമൂഹ വിവാഹങ്ങൾക്കും ഭക്തർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്നതിനും പ്രസിദ്ധമാണ്. പല കോടികൾ വരുമാനം കിട്ടുമ്പോൾ ചെറിയൊരു പങ്ക് ഭിക്ഷ കൊടുക്കുന്ന വിശാല മനസ്കത. ഇന്ത്യയിലെ പല തീർത്ഥാടന കേന്ദ്രങ്ങളും ആത്മീയ അനുഭവങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വലിയ സാമ്പത്തിക അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ജാതീയമായ കൊടും ക്രൂരതകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അവിടങ്ങളിൽ ഭിക്ഷയെടുക്കുന്നവർ എല്ലാ കാലത്തും തീർത്ഥാടകരുടെ കനിവിനായി കൈനീട്ടി നിൽക്കേണ്ടി വരുന്നത്? വടക്കേ ഇന്ത്യയിൽ പലയിടത്തും താഴ്ന്ന ജാതിക്കാരൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ തല്ലിക്കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാമെന്നല്ലാതെ ഒരു ഉത്തരവും എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. ഭയവും ഭക്തിയും കച്ചവടം ചെയ്യുന്നവർ വിശ്വാസികളെ സ്വാധീനിക്കുന്നത് ചില ഞൊടുക്കു വിദ്യകളിലൂടെയാണ്. തങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പരിഹരിക്കപ്പെടും എന്ന തോന്നൽ വിശ്വാസികൾ ജനിപ്പിക്കുക എന്നതാണ് ആദ്യപടി. അതാണ് എല്ലാ ആത്മീയ മത വ്യാപാര കേന്ദ്രങ്ങളുടെയും ഒരു പൊതുരീതി. പിന്നീടവർ തൻ്റെ അധ്വാനത്തിൻ്റെ നല്ലൊരു പങ്കും കാണിക്കയായി സമർപ്പിച്ചോളും. പരസ്യ പ്രചാരണങ്ങളിലൂടെ വലിയ അളവിൽ തീർത്ഥാടകരെ ആകർഷിക്കും. അത്തരമൊരു കേന്ദ്രമാണ് ഇപ്പോൾ വിവാദങ്ങളിൽ ഇടം പിടിച്ച ധർമ്മസ്ഥല. ഇക്കാര്യത്തിൽ ധർമ്മസ്ഥല ഒറ്റയ്ക്കല്ല, അത് പുറകെ പറയാം. ധർമ്മസ്ഥലയിൽ പണ്ട് സാനിറ്റേഷൻ തൊഴിലാളിയായിരുന്ന ഒരാൾ 1995-നും 2014 ഇടയിൽ നൂറുകണക്കിന് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ രഹസ്യമായി മറവ് ചെയ്യാൻ താൻ നിർബന്ധിക്കപ്പെട്ടതായി വെളിപ്പെടുത്തി. ഈ മൃതദേഹങ്ങളിൽ പലതിനും ലൈംഗിക അതിക്രമത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നതായിട്ടും ഇദ്ദേഹം പറയുന്നു. താൻ മറവ് ചെയ്തതായി പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ്റെ തലയോട്ടി കണ്ടെടുത്താണ് ഈ ആരോപണങ്ങൾക്ക് അയാൾ കൂടുതൽ ബലം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷത്തിൻ്റെ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായ നിരവധി സ്ത്രീകളെയും വിദ്യാർത്ഥിനികളെയും കുറിച്ചുള്ള പഴയ കേസുകൾ ഈ വെളിപ്പെടുത്തലുകളോടെ വീണ്ടും ചർച്ചയായി. അസ്വാഭാവിക മരണങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അതോടെ ഉയർന്നു വന്നു. നോക്കൂ, ഇവിടെ ആരോപിക്കപ്പെടുന്ന നിരവധി കൊലപാതകങ്ങളിൽ തീരെ ചെറിയ ഒരു ശതമാനം ഒഴികെ ബാക്കി എല്ലാവരും ഹിന്ദുക്കളാണ്. അത് 100-നും മേലെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നാക്കെടുത്താൽ വർഗീയത മാത്രം പറയുന്ന, ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ചില കൊടും വർഗീയ വിഷജന്തുക്കൾ ഇന്ന് വീഡിയോ ചെയ്യുന്നതുവരെ ഇതേപ്പറ്റി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അന്യമത വിദ്വേഷത്തിന് പറ്റിയതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഈ സംഭവങ്ങളിൽ ക്ഷേത്രഭരണവുമായി ബന്ധമുള്ള ചിലർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണങ്ങളിലുള്ളത്. 2012 ഉജിറയിൽ 17 വയസ്സുകാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ അന്നുണ്ടാക്കിയിരുന്നു. എന്നാൽ ആ കേസിൽ കുറ്റവാളികളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തെപ്പറ്റി പറയുമ്പോൾ മറ്റ് ചിലതുകൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ധർമ്മസ്ഥല കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല, അത് അധികാര ഗർവിൻ്റെയും അത് നൽകുന്ന ധാർഷ്ട്യത്തിലൂടെയുള്ള ചൂഷണങ്ങളുടെയും അതിരുകളില്ലാത്തൊരു ലോകത്തിൻ്റെ പേരുകൂടിയാണ്. ഭക്തിയുടെ പരിവേഷമിട്ട ഇരുമ്പ് മറയ്ക്കപ്പുറം കൊടും കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ഭൂമികയുണ്ടെന്ന് സമീപ ദിവസങ്ങളിലെ അന്വേഷണത്തിലൂടെ ഏതാണ്ട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാണാതായവരെക്കുറിച്ചും അസ്വാഭാവിക മരണങ്ങളെക്കുറിച്ചും പരാതി നൽകാൻ ശ്രമിച്ചപ്പോഴൊക്കെ
പോലീസ് വേണ്ടത്ര സഹകരിച്ചില്ലെന്ന് ഇരകളുടെ കുടുംബങ്ങളും പരാതിപ്പെടുന്നു. ഇത്തരം ധർമ്മസ്ഥലികളുടെ പൊതുവെയുള്ള സ്വഭാവം എന്താണെന്ന് നോക്കാം. ലോകത്ത് പൊതുവെ അംഗീകരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന പ്രധാന 3 മതങ്ങളാണ് ക്രിസ്ത്യൻ, ഇസ്ലാം, ഹിന്ദു എന്നിവ. ഇവയെ 2 കാറ്റഗറിയായി തൽക്കാലം നമുക്കൊന്ന് മാറ്റി നിർത്തിയാൽ, ഒന്നാമത്തേത് സെമിറ്റിക് മതങ്ങളും രണ്ടാമത്തേത് ഹിന്ദു മതവുമാണ്. ഇവരുടെ എല്ലാം നിലനിൽപ്പും വരുമാന സ്രോതസ്സും അവരുടെ അനുയായികളാണ്. കൂടുതൽ അനുയായികളെ ആകർഷിക്കണമെങ്കിൽ ഭയവും ഭക്തിയും ഒരുപോലെ കൂടുതൽ വിറ്റഴിക്കപ്പെടണം. രോഗാതുരരും മറ്റു തരത്തിൽ അവശരുമായ മനുഷ്യരെയാണ് ഭയഭക്തി കൃഷിക്കാർ ആദ്യം സമീപിക്കുന്നത്. അത് വളക്കൂറുള്ള മണ്ണാണെന്ന് ഇവർക്ക് നന്നായി അറിയാം. അതിനുള്ള കുറുക്കുവഴിയായാണ് അത്ഭുതങ്ങളുടെ വരവ്. പുരാതന കാലത്ത് മനുഷ്യൻ ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്നതിൻ്റെ എന്തെങ്കിലും പൊട്ടോ പൊടിയോ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയാൽ പിന്നീട് അവിടെ ഭക്തിയുടെ പൊടിപൂരമായിരിക്കും ഹിന്ദു മേലാളന്മാർക്ക്. എന്നാൽ നേരെ മറിച്ചാണ് സെമിറ്റിക് മതക്കാരുടെ കാര്യം. ആദ്യം പള്ളിയോ മോസ്കോ ഉണ്ടാക്കും, പിന്നീടാണ് അത്ഭുതങ്ങൾ വരിക. അടുത്ത പടി അത്ഭുതത്തെ മാർക്കറ്റ് ചെയ്യലാണ്. ചില കച്ചവടക്കാർ തങ്ങളുടെ യാതൊരു ഗുണമേന്മയുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ചില സൗജന്യങ്ങൾ പ്രഖ്യാപിക്കും. അവർക്കറിയാം സൗജന്യം എന്ന് കേട്ടാൽ ആളുകൾ ഇടിച്ചു കയറുമെന്ന്. അതുതന്നെയാണ് ഇവിടത്തെയും കച്ചവട തന്ത്രം. മാത്രമല്ല, ഇവിടെ മറ്റൊരു ഭയപ്പെടുത്തൽ കൂടി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നീയും നിൻ്റെ കുടുംബവും നശിച്ചു പണ്ടാരടങ്ങിപ്പോകുന്നു. ഏതൊരു ശുദ്ധ മനുഷ്യനും ഇതിൽ വീണുപോകും. മൊബൈൽ ഫോണൊക്കെ വ്യാപകമാകുന്നതിന് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഒരമ്പലത്തിൻ്റെ പേരിൽ ഒരു കത്ത് വന്നു. തുറന്നു നോക്കിയപ്പോൾ തീരെ വൃത്തികെട്ട കൈയക്ഷരത്തിൽ വായിച്ചെടുക്കാൻ പോലും പറ്റാത്തത്ര കുറേയൊക്കെ ഊഹിച്ചെടുക്കേണ്ട വിധത്തിലുള്ളൊരു എഴുത്ത്. ഇത്തരത്തിലൊരു അനുഭവം ആദ്യമായതുകൊണ്ടാണ് 2-3 തവണ വായിക്കേണ്ടി വന്നത്. ഒരു വിധത്തിലൊന്നും മനസ്സിലാക്കിയെടുത്തു. അത് വേറൊന്നുമല്ല, ഇതിൻ്റെ 100 കോപ്പി എടുത്ത് വിതരണം ചെയ്തില്ലെങ്കിൽ വായിക്കുന്നവൻ്റെ തല പോകുമെന്ന് തന്നെയാണ്. ഇത്തരം അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എനിക്കപ്പോഴും പിടികിട്ടാത്തത് ആ അമ്പലത്തിൻ്റെ സ്ഥലപ്പേരാണ്. ഇവിടെ അടുത്ത് ചക്കുപള്ളം എന്നൊരു സ്ഥലമുണ്ട്. എന്നാൽ ആ പേരിൽ അന്ന് അവിടെ ഒരു അമ്പലമോ കാവോ ഒന്നും ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. പിന്നീടാണ് ചക്കുളത്തുകാവ് എന്നൊരു സ്ഥലമുണ്ടെന്നും അവിടെ അത്ഭുതങ്ങൾ ചുമ്മാ ചറവറാന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അറിയുന്നത്. സത്യത്തിൽ അങ്ങനൊരു സ്ഥലത്തെപ്പറ്റി അന്നാണ് കേൾക്കുന്നത് തന്നെ. ഇത്തരം പ്രാകൃത മാർക്കറ്റിങ്ങിലൂടെയാണ് എല്ലാ ഭക്തി കച്ചവടങ്ങളും സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയത്. കാലം മാറി, പബ്ലിസിറ്റിയുടെ രൂപവും ഭാവവും മാറി. അന്നത്തെ ചില്ലറ തുട്ടുകൾ ഇന്നിപ്പോൾ നോട്ട് കെട്ടുകൾക്ക് വഴിമാറി. പടിക്കെട്ടുകളിലും കൊടിമരങ്ങളിലും സ്വർണം പൂശിയില്ലെങ്കിൽ കോപിക്കുന്ന ആർത്തി പണ്ടാരങ്ങളായി നമ്മുടെ ദൈവങ്ങളും മാറി. ഇനി ഇവരുടെ പുണ്യപ്രവൃത്തികളെക്കുറിച്ച് കൂടി പറയാതെ ഇത് പൂർത്തിയാകുന്നില്ല. അതിനാളുകൾ ഏറെ പുകഴ്ത്തുന്ന ഒന്നാണ് അന്നദാനം എന്ന ഭക്ഷണമേള. ആർക്കൊക്കെയാണ് ഇവർ അന്നദാനം നടത്തുന്നത്? ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സാധുക്കൾക്കല്ല, മറിച്ച് ഭാരിച്ച തുക സംഭാവന കൊടുക്കേണ്ടി വരുന്ന വിശ്വാസികൾ അന്നേ ദിവസം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാതെ കൊടുത്ത കാശ് അങ്ങനെയെങ്കിലും കുറച്ച് ഈടാക്കാൻ പോകുന്നതിനെയാണ് ഇവർ അന്നദാനം എന്ന് വിളിക്കുന്നത്. മതസ്ഥാപനങ്ങളുടെ മറ്റൊരു സേവന മേഖലയാണ് ആതുരാലയങ്ങൾ. അതിപ്പോൾ ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടേതായാലും ഈ തേനിൽ പൊതിഞ്ഞ വിഷബീജങ്ങളെ അറവുശാലകളെന്നല്ലാതെ വേറെന്ത് പേരാണ് വിളിക്കേണ്ടത്? മറ്റൊരു വരുമാന സ്രോതസ്സാണ് അനാഥമന്ദിരങ്ങൾ. പുറമെ ശാന്തവും ദീനാനുകമ്പയുടെ ഉറവിടങ്ങളെന്ന് തോന്നിക്കുന്ന ഇടങ്ങളാണ് പൊതുവെ ഇവ. അവയിൽ പലതും ക്രൂരമായ ചൂഷണങ്ങളുടെയും സാമ്പത്തിക തട്ടിപ്പിൻ്റെയും കേന്ദ്രങ്ങൾ കൂടിയാണ്. എന്തെല്ലാം പരാതികളുണ്ടായാലും ഒരു ചുക്കും നടക്കില്ല. അതുപോലെ തന്നെ കൂട്ടവിവാഹത്തിൻ്റെ ശേഷകാലം ഒന്ന് അന്വേഷിച്ചാൽ നരകയാതന അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ കണ്ണീരിൻ്റെ കഥകൾ അറിയാം. നമ്മുടെ ജനാധിപത്യം ഇന്ന് പാടവരമ്പത്തെ നോക്കൂത്തിയായി. രാഷ്ട്രീയ യജമാനന്മാരുടെ ഭീഷണി പേടിച്ച് നിയമങ്ങൾ നീതി മാറുന്നു. ആൾദൈവങ്ങളുടെ കാലു നിൽക്കുന്ന നീതിന്യായ സിംഹാസനങ്ങൾ പാവപ്പെട്ട പരാതിക്കാരനെ തുറുങ്കിലടയ്ക്കുന്ന കെട്ടകാലമാണിത്. മുൻപ് പറഞ്ഞ പോലെ ധർമ്മസ്ഥലങ്ങളിൽ ചിലത് നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. വലിപ്പം കൊണ്ട് ചെറുതായതുകൊണ്ട് ഇവിടുത്തെ പരാതികളും ചെറുതാണെന്ന് മാത്രം.
പണ്ട് വളരെ പോപ്പുലറായ ഒരു ആൾദൈവത്തിനെതിരെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ അടക്കം നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പൗരൻ മുതൽ അക്കാലത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രി വരെ കാൽക്കൽ സാഷ്ടാംഗം നമിക്കുന്നൊരു അശ്ലീല ഇടത്തിനെതിരെ എന്ത് പരാതികളാണ് നിലനിൽക്കുന്നത്. അക്കാലത്ത് വളരെ പ്രസിദ്ധമായൊരു ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിനെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി പരാതിക്കാരെ പിന്തിരിപ്പിക്കും, അതിന് വഴങ്ങിയില്ലെങ്കിൽ നിശബ്ദരാക്കാനുള്ള മറ്റു വഴികൾ തേടും. അഭയ കേസിൻ്റെ സ്ഥിതി എന്താണെന്ന് ഓർത്താൽ അതിനുള്ള ഉത്തരം കിട്ടും. ഇങ്ങനെ തെളിവുള്ള എത്രയെത്ര പരാതികളാണ് ശൂന്യതയിൽ അലിഞ്ഞു പോയത്. ധർമ്മസ്ഥല ഒരു പ്രചോദനമാകണം. മനഃപൂർവ്വമല്ലാതെ കൊടും ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്ന ആ സാനിറ്റേഷൻ തൊഴിലാളിയുടെ മനസാക്ഷിക്കുത്തിലൂടെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ മനുഷ്യനെയും ചിന്തിപ്പിക്കേണ്ടതാണ്. ഭക്തിയുടെ അതിപ്രസരം നാളെ ഏതൊരു കുടുംബത്തിലേക്കും അത്ഭുതത്തിൻ്റെ പ്രലോഭനങ്ങളായി കടന്നു വരാം. അതിന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിവുണ്ടാവില്ല. അതിരയാക്കുന്നത് നമ്മുടെയൊക്കെ ജീവനായ ഒരാളെയാകാം. നോക്കൂ, 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ പോലും ക്രൂരമായ കൂട്ടബലാത്കാരത്തിന് വിധേയമാക്കി കൊന്നു കുഴിച്ചു മൂടിയ കഥ നേരാണെങ്കിൽ അതിലേർപ്പെട്ട ക്രൂര ജന്തുക്കളെ എന്ത് പേരിട്ട് വിളിക്കണം? എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുക? നാഴിയായിരിക്കും 10 വറ്റൽമുളകിനും ഒരു പിടി ഉപ്പിനും എന്തിന് ഒരു തീപ്പെട്ടി കമ്പിന് പോലും അടുത്ത വീട്ടിലേക്ക് ഓടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാളിക്ക്. അന്നത് ആരുടെയും മതം നോക്കിയിട്ടല്ലായിരുന്നു. അന്ന് അവരുടെ അയൽ വീടുകളിൽ ഉണ്ടായിരുന്നവർ മനുഷ്യരായിരുന്നു. ഇന്ന് അയൽക്കാർ ആരെന്നറിയേണ്ട കാര്യമില്ല. ഇന്ന് വിദ്യാഭ്യാസം കൂടിയപ്പോൾ മതങ്ങൾ പകയോടെ തിരിച്ചു വരുന്നു. പകരം തിരിച്ചറിവ് പലർക്കും നഷ്ടമായി. പട്ടിണി മാറി, നല്ല കാര്യം. പക്ഷെ പട്ടിണി മാറിയതും സമ്പത്ത് നേടിയതും മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടാണ്, അല്ലാതെ പെറ്റുപെരുകിയ ആത്മീയ കേന്ദ്രങ്ങളുടെ അത്ഭുത പ്രവർത്തികൾ കൊണ്ടല്ല. പട്ടിണി അറിഞ്ഞ മനുഷ്യരുടെ പിന്മുറക്കാർ മഹാനായ വയലാർ പാടിയതുപോലെ ഹിന്ദുവായും മുസൽമാനായും ക്രിസ്ത്യാനിയായും തമ്മിൽ കണ്ടാൽ അറിയാത്തവരായിട്ട് നാം മാറി. മണ്ണ് മാത്രമല്ല, നമ്മൾ മനസ്സും മതിലുകെട്ടി തിരിച്ചു. എൻ്റെ ദൈവവും നിൻ്റെ ദൈവവും അവരുടെ ദൈവവും ഒരാളെയും രക്ഷിച്ചില്ല, പക്ഷെ പോരടിക്കാനും കൊല്ലാനും പഠിപ്പിച്ചു. കലാപങ്ങൾ മതവെറിയുടെ മുഖമുദ്രയായി. ഗോത്രകാലത്തിൻ്റെ അന്ധകാരത്തിലേക്ക് അവർ വഴിവിട്ടുകയാണ്. അന്ധകാരത്തിൻ്റെ സന്തതികളിൽ നിന്ന് വഴി മാറി നടക്കാൻ ശീലിക്കേണ്ടത് നമ്മളാണ്. മുസോളിനിയുടെയും ഹിറ്റ്ലറിൻ്റെയും അന്ത്യനാളുകൾ ഇവർക്ക് പാഠമാകണം. അന്തിമ വിജയം തീർച്ചയായും മനുഷ്യരുടേതാകും. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.